ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. കൊല്ലത്ത് നിഷയുടെ വല്യമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങുകയാണ്. അവിടുന്ന് നേരെ തിരുവനന്തപുരം ജില്ലയിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ പ്രത്യേകത ആർക്കും പറയേണ്ട കാര്യമില്ല. വളരെ മനോഹരമായ സ്ഥലങ്ങളും ബീച്ചുകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം നേരെ തിരുവനന്തപുരം ജില്ലയിലെ കടയ്ക്കാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ആദ്യം ഞങ്ങൾ പോകുന്നത്. അവിടെ ഉദയസൂര്യനെ കാണുക എന്നുള്ളതാണ് ആദ്യത്തെ പ്ലാന്. അപ്പോൾ ഉദയസൂര്യൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ സാക്ഷാൽ ഉദയസൂര്യനാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അത് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പയ്യനാണ്. ഇതാണ് ഉദയസൂര്യനും ഫാമിലിയും. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഉദയസൂര്യനെ കൂട്ടിക്കൊണ്ട് നേരെ വർക്കല ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ വർക്കല ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങി കുളിച്ച് ആർമാദിച്ച് വരാമെന്നുള്ള ധാരണയിലാണ് അഭിയാമോളും ഞാനും ഒക്കെ. ഭയങ്കര സന്തോഷത്തിലാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്ത കേട്ടത്. വർക്കല ബീച്ചൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മഴയൊക്കെ ഉള്ളതുകൊണ്ടും ഈ കടൽ പ്രക്ഷോഭങ്ങളൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അവിടെ ആരെയും ഇറക്കി വിടുന്നില്ല. എങ്കിലും ഉദയസൂര്യനുള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വിഷമിക്കേണ്ട ഒരു കാര്യം വന്നില്ല. അടുത്ത സ്ഥലം അന്നേരം ചൂസ് ചെയ്തു. അഞ്ചുതെങ്ങ് പെരുമാന്തുറ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. പെരുമാന്തുറ ബീച്ചിലേക്ക് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു. വളരെ മനോഹരമായ ഒരു ദിവസം തന്നെയായിരുന്നു ഇത്. ഏറ്റവും കൂടുതൽ ഇത്രയും ദിവസത്തെ യാത്രയിൽ സന്തോഷിച്ച് അർമാദിച്ച ഒരു ദിവസമാണ്. അത്ര വളരെ സന്തോഷകരമായി തന്നെയാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കിട്ടിയത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ജോബിൻ പാസ്റ്ററും ഞാനും കൂടെ ഇതുപോലെ ഒന്ന് കൂടിയിട്ടൊരു 15 വർഷത്തിന് മേലെയായി. വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മെറീന ബീച്ചിലൊക്കെ ഇങ്ങനെ ചാടി കുളിച്ചതൊക്കെ ഓർത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കടലിലെ കുളിയെല്ലാം കഴിഞ്ഞ് നേരെ വീണ്ടും ഉദയസൂര്യൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ പോകുന്നത് ടൗണിലേക്കാണ്. വെട്ടുകാട് പള്ളിയിലേക്കാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം രാത്രിയൊക്കെ ആയി. വെട്ടുകാട് പള്ളിയിൽ കയറി അതിനുള്ള ഒരു സാഹചര്യത്തിലല്ല ഞങ്ങളുടെ വേഷവും. ഞങ്ങൾ ആകെപ്പാടെ ടയേർഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് വെട്ടുകാട് പള്ളിയുടെ അവിടെ ചെന്ന് ഇറങ്ങി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പള്ളിയുടെ തന്നെ ഇതിൽ റൂമും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ അവിടെ അന്വേഷിച്ചു. വളരെ മനോഹരമായ റൂം കിട്ടി. അങ്ങനെ ഞങ്ങൾ 2 ഫാമിലിക്ക് 2 റൂമൊക്കെ എടുത്തു. അപ്പോൾ വെട്ടുകാട് പള്ളിയിൽ എന്തെങ്കിലും തീർത്ഥാടനമായിട്ട് ദൂരെ നിന്ന് വരുന്ന ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പള്ളിയുടെ വകയായിട്ട് തന്നെ അവിടെ റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വലിയ പൈസയൊന്നുമില്ല. അപ്പം നമുക്ക് വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു റൂമായിരുന്നു. അങ്ങനെ കുഞ്ഞാവയും വൈഫിനെയൊക്കെ റൂമിൽ സേഫാക്കിയതിന് ശേഷം ഞാനും ജോബിൻ പാസ്റ്ററും ഉദയനും കൂടെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. പള്ളിയുടെ ഫ്രണ്ടിൽ ബീച്ചാണ്. അങ്ങനെ ബീച്ചിലൊക്കെ പോയി മണിക്കൂറുകൾ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ഏകദേശം 12-1 മണിയായി. അപ്പോൾ നാളെ പള്ളിയിൽ പോകണം. പള്ളിയിലൊക്കെ പോയിട്ട് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ വണക്കം.